വീട്ടിൽ പണം സൂക്ഷിക്കുന്ന രീതി, വീട്ടിൽ പണം വെക്കുന്ന രീതി നിരീക്ഷിച്ചാൽ റിച്ച് വൈബാണോ പുവർ വൈബാണോ, റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവരാണോ പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരാണോ, കടബാധ്യതകളിലാണോ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും കൂടാതെ തന്നെ ഇന്നു മുതൽ തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് റിച്ച് വൈബ് ക്രിയേറ്റ് ചെയ്യാനും റിച്ച് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ എത്തിച്ചേരാനും നിലനിൽക്കാനും കഴിയുകയും ചെയ്യും. ഇതിന്റെ കാര്യം വലിയ വിശദീകരണമില്ലാതെ തന്നെ, എന്റെ ടെക്നിക്ക് വലിയ വിശദീകരണമില്ലാതെ തന്നെ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാകും. പണം സൂക്ഷിക്കുവാനായി വീട്ടിൽ ഒരു പ്രത്യേക ഇടം ഉണ്ടാകണം. അവനവന്റെ വീട്ടിലുള്ള പണം, പ്രധാനമായിട്ടുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലോ മറ്റോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ വീട്ടിൽ ഫ്ലോട്ടിംഗ് എമൗണ്ട്, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കായി സൂക്ഷിച്ചിരിക്കുന്ന എമൗണ്ട്, ആ പണം സൂക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക ഇടം ഉണ്ടാകണം. അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഇടരുത്. ഒരു അലമാരിയുടെ ഒരു ഡ്രോയോ, ഒരു മേശവലിപ്പോ, ഒരു അലമാരിയുടെ ഡ്രോയോ ഒരു മേശവലിപ്പോ പൂർണ്ണമായും, ആ ഒരു കള്ളി, ആ ഒരു ഡ്രോ, ഒരു മേശവലിപ്പ് പൂർണ്ണമായും പണത്തിനായി മാറ്റിവെക്കണം. ഇത് പറയുമ്പോൾ ഹൈ റിച്ച് വൈബ് അല്ലാത്തവർ ഒരുപക്ഷെ ചോദിക്കും, ഇത്രയും സ്ഥലമൊക്കെ മാറ്റിവെക്കണോ? തീർച്ചയായിട്ടും മാറ്റിവെക്കണം. ഇടം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ്, പ്രധാനപ്പെട്ട സംഗതിയാണ്, പ്രധാനപ്പെട്ട ലൈഫ് എനർജിയാണ് മണി എന്ന് മനസ്സിലാക്കുക. മറ്റെല്ലാ വസ്തുക്കളും ആർജിച്ചതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും ഒക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് പണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു പ്രത്യേക ഇടം കൊടുക്കണം. അത്രയും ഇടം കൊടുക്കുന്നത് അധികമായി എന്ന് കരുതരുത്. അതാണ് അതിന്റെ വെൽക്കം ഫീലിംഗ് ആണത്. പണത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് അതിനൊരു ഇടം ഒരുക്കുക തന്നെ വേണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വ്യക്തമായ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ദരിദ്രൻ തുടങ്ങിയ പദങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. കാരണം പൊതുവെ ദരിദ്രരുടെ രീതി എങ്ങനെയാണ്, ഹൈ റിച്ച് വൈബുള്ള ധനികരുടെ രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ വ്യക്തമായി മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ അത് വേണ്ട മാറ്റങ്ങൾ വരുത്തുക, അത് വ്യക്തത വരുത്തി തരികയും ചെയ്യാം. ആദ്യം ഈ കാര്യം പറഞ്ഞതിന് ശേഷം പൊതുവെ ദരിദ്രൻ എങ്ങനെയാണ് ദരിദ്രരുടെ വീട്ടിലെ പണത്തോടുള്ള സമീപനം, അതിന്റെ സൂക്ഷിക്കൽ രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം, ഒരു ദരിദ്രനാണെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം അന്നത്തെ അധ്വാനം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നോ ബാഗിൽ നിന്നോ പണം എടുത്ത്, പണം മാത്രമല്ല എടുക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കും. പണവും ആ ബില്ലും ഈ ബില്ലും ഡ്രൈവിംഗ് ലൈസൻസും അതും ഇതും എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് അങ്ങോട്ട് ഇട്ടേക്കും. അതല്ലാതെ അത് പ്രത്യേകിച്ച് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കുക എന്ന രീതി പല ദരിദ്രർക്കും അറിയുക പോലുമില്ല. എന്നിട്ട് കടബാധ്യതകളിലാണ് എന്ന് വിലപിക്കുകയും ചെയ്യും. മൈൻഡ് സെറ്റും പ്രധാന കാരണമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലെങ്കിൽ ചിലരെങ്കിലും ധരിക്കും അധ്വാന ഫലമല്ലേ എന്നുള്ളത്. അത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്, പല വീഡിയോകളിലായി. ഇന്നത് വലിച്ചു നീട്ടി ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏതായാലും അത് ഒരു മൈൻഡും ഇല്ലാതെ നിങ്ങൾ പണത്തിനോട് സീരിയസ് ആണെങ്കിലേ പണം നിങ്ങളിലേക്ക് സീരിയസ് ആയി വരൂ എന്നുള്ളതാണ് ആധുനിക മണി സൈക്കോളജി പറയുന്നത്, ബിൽ ഗേറ്റ് ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക. ഏതായാലും അതവിടെ കൊണ്ട് ചാണ്ടും അവിടെ കൊണ്ട് ഞങ്ങൾ ഇട്ടേക്കും. അതിനുശേഷം ഒരു ദരിദ്രന്റെ വീട്ടിൽ നോക്കിയാൽ സകല ദിക്കിലും പണം കാണാം, സകല ഏരിയയിലും പണം കാണാം. മേശപ്പുറത്ത് 50 പൈസ, ജനലിനടുത്ത് 1 രൂപ തൊട്ട് ഷെൽഫിന്റെ മുകളിൽ 50 പൈസ, അവിടെ നോക്കിയാൽ 25 പൈസ, സകല ദിക്കിലും പണം കാണാം. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ഒരു അതിസമ്പന്നന്റെ വീട്ടിലും അങ്ങനെ പണം കാണാൻ കഴിയില്ല. അവർക്ക് ആ പണം സൂക്ഷിക്കാൻ പ്രത്യേക ഇടം ഉണ്ടായിരിക്കും. സിമ്പിൾ കാര്യം, നിങ്ങൾക്ക് ഇന്ന് മുതൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകിച്ച് ഗൃഹനാഥന്റെ പണം, അങ്ങനെ പറയാൻ കാരണം ഗൃഹനാഥകൾക്ക്, മക്കൾക്കും ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു ഷെൽഫ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുള്ളവരാണെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഗൃഹനാഥന്റെ പണം സൂക്ഷിക്കാനായി ഒരു ഫുൾ അറ, ഒരു മേശവലിപ്പോ ഒരു അലമാരയുടെ ഡ്രോയോ ഫുള്ളായിട്ട് അതിനായി തന്നെ മാറ്റി വെക്കണം. കുട്ടികൾക്കും വൈഫിനുമൊക്കെ അല്ലെങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് അവരുടെ ബാഗിലോ അവരെവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അതിലെ ഒരറ മറ്റെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാതെ ആ ഒരറയിൽ വെക്കാൻ പറയുക. ഇത് എപ്പോഴുമല്ല, നമ്മൾ പകൽ സമയത്ത് യാത്ര ചെയ്യുമ്പോഴും പകൽ സമയത്ത് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം അതെല്ലാം കൂടെ ഒരുമിച്ച് ഇതിനെ അവഗണിക്കരുത്. നാം എന്തും സൂക്ഷിക്കുന്നത് പോലെയാണ് നിലനിൽക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നത്. പണത്തിന് അവിടെ അവഗണിച്ച് എല്ലാത്തിനും ഒപ്പമല്ല കൊടുക്കേണ്ടത്, അതിന് പ്രത്യേക സ്ഥാനം കൊടുത്ത് സൂക്ഷിക്കാൻ പഠിക്കണം. പകൽ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കൊണ്ടുപോയിക്കോൾ, ഒരു കുഴപ്പമില്ല. പക്ഷേ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അത് നിങ്ങളാകട്ടെ നിങ്ങളുടെ വീട്ടിലെ മറ്റേത് അംഗങ്ങളാകട്ടെ അവരുടെയൊക്കെ പണം ഈ രീതിയിൽ സൂക്ഷിക്കാൻ പഠിപ്പിച്ചാൽ വീട്ടിൽ റിച്ച് വൈബ് ആകും. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം. ഇവിടെ ഒരു വിരോധാഭാസം എന്തെന്നാൽ കടബാധ്യതകളില്ലാത്ത സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ധനികൻ പണം സൂക്ഷിക്കും, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത കടബാധ്യതകളിൽ പെട്ടുകിടക്കുന്ന ദരിദ്രൻ പണം സൂക്ഷിക്കില്ല, മറ്റു വസ്തുക്കൾ പലതും സൂക്ഷിക്കും. തോർത്തും സോപ്പും പേസ്റ്റും ബ്രഷും സൂക്ഷിക്കും, പക്ഷെ പണം അവഗണിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ധനികന്റെ വേറൊരു രീതി കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ബാലിശമെന്നും ഇതൊക്കെ എന്ത് ജാടയെന്നും തോന്നിച്ചേക്കാം. പക്ഷെ ഹൈ റിച്ച് ആളുകൾ എങ്ങനെയാണ് മണി സൂക്ഷിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ പോക്കറ്റിലാണ് ഒരുപക്ഷെ പണം എന്നിരിക്കട്ടെ,
അവരുടെ പോക്കറ്റിൽ പണമുണ്ട്, അവർ വീട്ടിലേക്ക് വന്നു കയറി വണ്ടി പാർക്ക് ചെയ്ത് ഷർട്ടിന്റെ പോക്കറ്റിലാണ് പണം. അത് ഹാങ്കറിലേക്ക് ഇടാൻ നേരത്ത് വൈഫ് മറ്റോ പറയുകയാണ്, ജസ്റ്റ് പുറത്തു പോയി ഒരു സാധനം കൂടെ വാങ്ങിച്ചു വരാമോ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം പറഞ്ഞു, ഒന്ന് ടോയ്ലറ്റിൽ പോയി വരാം, ഒന്ന് വാഷ്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ആ ഷർട്ടിൽ ആ പണത്തോടെ, ഏതായാലും ഒന്നുകൂടെ പുറത്തു പോകാനുള്ളതല്ലേ എന്ന് കരുതി ആ പണത്തോടെ ആ ഹാങ്കറിൽ തൂക്കിയിടില്ല. ആ പണം അതിൽ നിന്ന് എടുത്തു മാറ്റി ഒന്നുകിൽ അറയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് എന്നും സൂക്ഷിക്കുന്ന ആ അറയിൽ അല്ലെങ്കിൽ പോലും വേറൊരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേകമായിട്ട് സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് അതിനെ പരിഗണിക്കുന്നു, അതിനെ മൈൻഡ് ചെയ്യുന്നു. നമ്മളൊരു കുഞ്ഞിനെയും കൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലും പോയാൽ തോന്നിയെടുത്ത് വെച്ചിട്ട് പോകില്ല എന്നതുപോലെ, പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ നാം പരിഗണിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ എങ്ങനെ പരിഗണിക്കുമോ അതുപോലെ അവഗണിച്ചു പോവില്ല. ഏതായാലും ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അത് മാറ്റി മറ്റൊരു സ്ഥലത്ത് അതിനെ മൈൻഡ് ചെയ്ത് വെച്ചതിന് ശേഷമേ അദ്ദേഹം വാഷ്റൂമിൽ പോയി തിരികെ വന്നിട്ട് വീണ്ടും ആ ക്യാഷ് എടുത്ത് ആ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ കാര്യം? അത്രയും പരിഗണന, അത്രയും സൂക്ഷ്മം ആണ് ധനികർക്ക്, അതിസമ്പന്നർക്ക്, ഹൈ റിച്ച് വൈബ് ഉള്ളവർക്ക് പണത്തോടുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ പണ്ടുകാലം മുതലേ ഉള്ള അതുകൊണ്ടാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളിലും ദരിദ്രർ തീരെയില്ല, എല്ലാവരും തന്നെ അതിസമ്പന്നരാണ്. അവരുടെ ഫസ്റ്റ് പ്രമാണം തന്നെ മണി ഫസ്റ്റ് എന്നാണ്. മണി ഫസ്റ്റ്, നിങ്ങളിലും പലരും അത് കേട്ടിട്ടുള്ളവരുണ്ടാവും. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും മതവിശ്വാസത്തോടനുബന്ധിച്ചൊരു മണി സൈക്കോളജി ഉണ്ട്. അറബികളാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായി കാണുന്നു, അതുകൊണ്ട് തന്നെ അവർ അവഗണിച്ച ഷർട്ടിന്റെ പോക്കറ്റിട്ട് അവർ പോകില്ല. മാർവാടികളാണെങ്കിൽ സാക്ഷാത് ലക്ഷ്മി ദേവിയായി കാണുന്നു, അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും അതിനെ അവഗണിച്ച് വെച്ചിട്ട് പോവില്ല. അപ്പം നമ്മുടെ നാട്ടിലെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കടബാധ്യതകളിൽ പെടുന്നവരോ ഇതിനൊരു പരിഗണനയും കൊടുക്കില്ല. എന്നിട്ട് പണമില്ല കടബാധ്യതയാണ് എന്ന് പറയും. അധ്വാനം മാത്രമല്ല, അതൊന്നുകൂടെ ഞാൻ പിന്നാലെ പറയാം. ഇവിടെ ആ അതിസമ്പന്നർ ആ ഷർട്ടിന്റെ ഹാങ്കറിൽ പോലും ആ പണം തൂക്കിയിട്ട് അവഗണിച്ച് പോകില്ല എന്നുള്ള ആ ഒരു ബാലിശം എന്നൊരു പക്ഷേ സാധാരണക്കാർക്ക് തോന്നിക്കുന്ന കാര്യത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്തെന്നാൽ ദേ ആർ വെരി സീരിയസ് അബൌട്ട് മണി. ദേ ആർ വെരി സീരിയസ്. അവർ അത്രമാത്രം സീരിയസ് ആണ്. ഇനി നിങ്ങൾ സ്വയം താരതമ്യം ചെയ്യുക, നിങ്ങൾ എന്തുമാത്രം സീരിയസ് ആണ് എന്നുള്ളത്. നമ്മൾ എന്ത് സംഗതിയാകട്ടെ നമ്മുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ അവിടെ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു വൈബ് ഉണ്ടാകണം. ആ വൈബ് ഉണ്ടാകുന്നതിന്റെ ഒരു ഇന്റേണൽ ലക്ഷണമാണ് നമ്മൾ അതിന് ഇടം കൊടുക്കുന്നു എന്നുള്ളത്. കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഇടം ഒരുക്കാൻ ശ്രമിക്കും. എങ്ങനെയാണെങ്കിലും ഒരു ബൈക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അത് എവിടെ വെക്കണമെന്ന് ആദ്യം തീരുമാനിക്കും. കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അത് എവിടെ വെക്കണമെന്ന് ആദ്യം തീരുമാനിക്കും. അതുപോലെയാണ് പണത്തിന്റെ കാര്യം. ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും ഒരു മുറി ഒരുക്കും. തലേന്ന് വരെ തിണ്ണേ കിടന്നവനാണ്, പക്ഷെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മുറി ഒരുക്കും എന്നതുപോലെയാണ് പണത്തിനോടുള്ള ആ വെൽക്കം ഫീലിംഗിന്റെ, ആ ഇന്നർ മൈൻഡ് സെറ്റിന്റെ, റിച്ച് മൈൻഡ് സെറ്റിന്റെ, റിച്ച് വൈബിന്റെ ഒരു പ്രകട ഭാവമാണ് സൂക്ഷിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക, ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. സൂക്ഷിക്കുന്നിടത്ത് മീൻസ് ആ സൂക്ഷിക്കാനുള്ള ഇടം തന്നെ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തത വരുത്താം. ആ പണം സൂക്ഷിക്കുവാനായി മാത്രം ഒരു അറ, അത് പണവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളും, ATM കാർഡ്, മറ്റു പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗോൾഡും അതിനൊപ്പം വെക്കാം, ബുദ്ധിമുട്ടില്ല. രണ്ടായിട്ട് ഭാഗിച്ചാണ് വെക്കാൻ ഏറ്റവും നല്ലത്. കാരണം കറൻസി മറ്റ് പേപ്പർ കറൻസി ആകുമ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും അത് കുഴപ്പമില്ല. ഗോൾഡിനും കറൻസിക്കും രണ്ടാകാമെങ്കിൽ ഏറ്റവും നല്ലത്. അതിന് സാഹചര്യം ഇല്ല എങ്കിൽ ഗോൾഡും കറൻസിയും ഒരുമിച്ച് വെക്കാം. ഏതായാലും കറൻസി റിലേറ്റഡ് ഐറ്റംസ്, കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ ഒരു അറയിൽ ആവുക എന്നുള്ളതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അധ്വാനത്തിന്റെ എല്ലാം പ്രധാന ലക്ഷ്യം പണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെയും നമ്മെ ആശ്രയിക്കുന്നവരുടെയും ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടുന്ന ലൈഫ് എനർജിയാണ് പണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം എന്തിനെ അവഗണിക്കുന്നുവോ അത് നമ്മിൽ നിന്ന് അകന്നു പോകുമെന്ന് കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നാം എന്തിനെ പരിഗണിക്കുന്നുവോ അതേ നമ്മിലേക്ക് വരൂ എന്നുകൂടി അകക്കണ്ണ് തുറന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പണത്തിന് പ്രാധാന്യം കൊടുക്കുക, സീരിയസ് ആയി പ്രാധാന്യം കൊടുക്കുക. ഇപ്പോഴും ചിലർ ആ സംശയം ചോദിച്ചേക്കാം, ആ പഴയ സംശയം ചോദിച്ചേക്കാം, കടബാധ്യതകളും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒക്കെ നിർണ്ണയിക്കുന്നത് നമ്മുടെ അധ്വാനവും അധ്വാന ഫലവും അല്ലേ എന്ന്. ഒരൊറ്റ ചോദ്യം സത്യസന്ധമായി സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അധ്വാനിക്കുന്ന എല്ലാവരും കടബാധ്യതകളിൽ നിന്ന് മോചിതരാണോ? അധ്വാനിക്കാത്ത എല്ലാവരും കടബാധ്യതകളിൽ അകപ്പെടുന്നുണ്ടോ? ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അതല്ല, മണി മൈൻഡ് സെറ്റ് പ്ലസ് നിങ്ങളുടെ മേഖലയിലെ അധ്വാനം സമം കടബാധ്യതകളില്ലാത്ത ജീവിതം. ഹൈ മണി മൈൻഡ് സെറ്റ് പ്ലസ് ബുദ്ധിപൂർവമുള്ള അധ്വാനം സമം സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇതാണ് അതിന്റെ സമവാക്യം. ഇനിയെല്ലാം നിങ്ങൾ സ്വയം ചിന്തിക്കുക, സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക. വെറുതെ സാധാരണക്കാർ പറയുന്നത് മാത്രം കേട്ട് അത് സംശീകരിക്കാതെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും അത് ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം അപ്പാടെ ഉൾക്കൊള്ളൂ എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക. ഓരോ പോയിന്റുകളും പരിശോധനാ വിധേയം
പ്രാവർത്തികമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ കഴിയും. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ടെക്നിക്കൊക്കെ ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്ന ഇത്തരം പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും കൂടാതെ എല്ലാവർക്കും മനസ്സിലാക്കാനും ഇന്ന് മുതൽ തന്നെ പ്രത്യേകിച്ച് ഒരു ടെക്നിക്ക് ചെയ്യാനെടുക്കുന്ന സമയമോ അതിനുള്ള തയ്യാറെടുപ്പോ ഒന്നും എടുക്കാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് വമ്പൻ നേട്ടങ്ങളിലേക്ക് തുറക്കുന്ന ചെറിയ താക്കോൽ, വലിയ നേട്ടങ്ങളിലേക്ക് തുറക്കുന്ന ചെറിയ താക്കോൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ചെറിയ താക്കോൽ കൊണ്ട് നമുക്കൊരു വലിയൊരു വാതിൽ തുറന്ന് വലിയൊരു കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം എന്നതുപോലെ, ഒരു ചെറിയ സ്വിച്ച് ഇട്ടുകൊണ്ട് ഒരു ബോംബ് പൊട്ടിക്കാം എന്നതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടാനുള്ള ടെക്നിക്കുകളാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളും അത് സ്വയം ചിന്തിക്കുക. അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും രേഖപ്പെടുത്തുകയും ചെയ്യുക. ഏതായാലും റിച്ച് വൈബ് ക്രിയേറ്റ് ചെയ്യാനും റിച്ച് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും ലോകത്ത് അനേകം ടെക്നിക്കുകളുണ്ട്. അതിൽ ഓരോന്നോരായിട്ടാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും കണ്ടുപോകുന്നത്. ഇനിയും അത്തരം ടെക്നിക്കുകൾ ഉണ്ടാകും. ഏതായാലും ഇന്ന് ഈ പറഞ്ഞൊരു കാര്യം ആർക്കും സിമ്പിളായി, പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പുമില്ലാതെ വളരെ സിമ്പിളായി ഇന്ന് മുതൽ അനുവർത്തിച്ചുകൊണ്ട് ആ ഒരു പണം സൂക്ഷിക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് ഇപ്പോൾ ഒരു താരതമ്യ പഠനം നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എങ്ങനെയാണ് ഇന്ന് വരെ ചെയ്തു പോന്നിരുന്നത്, ഇനി എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളത്. നിങ്ങളാൽ കഴിയുന്ന മാറ്റം, അത് സിമ്പിളായിട്ട് കഴിയുന്ന കാര്യം തന്നെയാണ്. ഇന്ന് മുതൽ ആ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ആ ഒരു റിച്ച് വൈബ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാനും അതുവഴി കടബാധ്യതകൾ ഒഴിഞ്ഞുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം കൈപ്പിടിയിൽ ഒതുക്കാനും കഴിയുകയും ചെയ്യും. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ സമാന ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക്